സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഈ മത്സരം താൻ തന്നെ സ്വന്തമാക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് നൃത്ത ചുവടുകളുമായി നമ്മുടെ ശശി തോപ്പിൽ. ഓരോ മത്സരവും വിജയത്തിന്റെ മുന്നോടിയാണ്. ഓരോ മത്സരവും വിജയത്തിന്റെ മുന്നോടിയാണ്. ശശിയുടെ സമയം കഴിഞ്ഞല്ല. അടുത്ത നല്ലൊരു പെർഫോമൻസും ഒപ്പം കൂടി കാഴ്ചവെക്കാൻ വരുന്നത് യജിനാണ്. യജിൻ കടന്നു വരും. നല്ലൊരു കൈയോടി കൂടി യജിന് കടന്നു വാ. യജിനാണ് ഇപ്പോൾ പുതിയ മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. യജിന്റെ ഹൈറ്റും വെയിറ്റും വെച്ച് യജിൻ തന്നെ പാറന്നടിച്ച് പോളിക്കുന്നത് എന്തൊരു പ്രതീക്ഷയല്ലേ വലിയ അവന്റെ ഒരു ഹൈറ്റൊക്കെ വെച്ചിട്ട് അവൻ തന്നെ പാറന്നടി. അതെ, വളരെയധികം ആകാംക്ഷയോടുകൂടിയാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത്. ആരായിരിക്കും ഈ 3100 രൂപയും അതുപോലെ നിലവിളക്കും സ്വന്തമാക്കുന്നത് എന്ന് അറിയാൻ വേണ്ടി നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. യജിന് എന്താണ് യജിന് ഇടയ്ക്കുമ്പോൾ സംസാരിക്കും. യജിന് പാട്ട് മാറ്റണമെന്നാണ് യജിൻ പറയുന്നത്. പാട്ടല്ല പ്രധാനം, ഉറിയാണ് ലക്ഷ്യം. നല്ലൊരു പെർഫോമൻസ് കൂടെ കാഴ്ചവെക്കാം. എന്നാലേ കാണികൾക്കത് ഒരു ആവേശമാവും. യജിനാണ് ഇപ്പോൾ ഉറിയടി മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. തനിക്ക് വേറെ ഒന്നും അറിയണ്ട, തനിക്ക് ഉറി മാത്രമാണ് ലക്ഷ്യം. അദ്ദേഹം ഉറിയെ തന്നെയാണ് കോൺസെൻട്രേഷൻ ചെയ്തുകൊണ്ട് ഉറിയെ ലക്ഷ്യമാക്കിയാണ് തന്റെ വടി അടിച്ചു വീഴ്ത്താനുള്ള ആവേശം. ഇനി എത്ര വെള്ളം ഒഴിച്ചാലും തന്റെ കണ്ണിൽ എത്ര വെള്ളം ഒഴിച്ചാലും അതൊരു പ്രശ്നമേ അല്ല എന്ന് വളരെ ആവേശകരമായി വളരെ ആരോഗ്യത്തോടുകൂടി ഉറി അടിച്ചുകൊണ്ടിരിക്കുന്നത് യജിനാണ്. യജിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. നിരവധി സ്ഥലങ്ങളിൽ ഉറിയുടെ മത്സരങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന യജിൻ ഇന്നും രാവിലെ മുതൽ ഉച്ചവരെ അദ്ദേഹം തോന്നയ്ക്ക് നടന്ന ഉറിയുടെ മത്സരത്തിലാണ് പങ്കെടുത്തത്. പക്ഷേ അവിടെ വിജയിക്കാൻ സാധിച്ചില്ല. പക്ഷേ ഈ മത്സരത്തിൽ താൻ തന്നെ വിജയിക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് യജിനാണ് ഇപ്പോൾ ഉറിയുടെ നല്ലൊരു ഈ വീഴ്ചയൊന്നും തനിക്ക് യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ വീഴ്ചയൊന്നും യാതൊരു പ്രശ്നമില്ല. ഈ വീഴ്ചയൊന്നും പകർന്നവനല്ല ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഉറിയുടെ മത്സരത്തിൽ പതറാൻ പാടില്ല. അതെ, അദ്ദേഹത്തിന് പതറിക്കാൻ വേണ്ടി രണ്ടുപേർ അവിടെ തന്നെ ഉണ്ട്. ഒന്ന് ജിജോ തോപ്പിനകം ആണ് ആ വെള്ളത്തിന്റെ സെഷൻ കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ സുനിലും ജിജോയാണ് വെള്ളത്തിന്റെ സെഷൻ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജിജോ കണ്ണിലടിക്കില്ലേ മുന്നോട്ടടി. ഈ വർഷത്തെ ഉറിയാശാനായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് ശ്രീ സജിത്താണ്. സജിത്തിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വർഷങ്ങളായി നമ്മുടെ ഉറിയുടെ മഹോത്സവത്തിന്റെ ഉറിയാശാനായി പ്രവർത്തിച്ചു വരികയാണ്. അദ്ദേഹത്തിന് ഈ അവസരത്തിൽ നമ്മുടെ ഓണാശംസയോടൊപ്പം നന്ദി, യുവശക്തിയുടെ നന്ദിയും അറിയിക്കുകയാണ്. 3001 രൂപ ക്യാഷ് അവാർഡ് ലഭിക്കുന്ന മഞ്ഞമല യുവശക്തി സംഘടിപ്പിച്ചിരിക്കുന്ന ഉറിയടി മഹോത്സവത്തിൽ ആണ് ഇപ്പോൾ അഭിജിത്ത് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അഭിജിത്തിൽ അരുൺ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അരുൺ നല്ലൊരു പെർഫോമർ കൂടിയാണ്. നല്ലൊരു പെർഫോമൻസോട് കൂടിയാണ് അദ്ദേഹം ഊരിയടിക്കാൻ ശ്രമിക്കുന്നത്. അതെ, അദ്ദേഹത്തിന് നല്ലൊരു പാട്ടാണ്. മുകേഷേ, ഇന്ന് താൻ കേസുകൂടെ എന്ന സിനിമയിലെ പാട്ടിനോടൊപ്പം ഇതാ നമ്മുടെ അരുൺ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
കിട്ടിയില്ല ആവേശത്തോടു കൂടി മുകേഷിന്റെ അഭിപ്രായത്തിൽ ആരായിരിക്കും ഈ വർഷത്തെ ഉറിയുടെ മഹോത്സവം സ്വന്തമാക്കുന്നത്? അരുണാണുള്ളൂ. അല്ല, ഞാൻ പറയുന്നു അരുണല്ല, അടുത്ത് വരാൻ പോകുന്ന ആളായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ആരാണെന്ന് ആരായാലും അവർക്കൊരു വല്ലാത്തൊരു ഒരു അനുഭവം തന്നെ ആയിരിക്കും അല്ലേ ഈ വർഷത്തെ ഉറിയിൽ. അതായത് പ്രളയം, അതുപോലെ തന്നെ കോവിഡ് തുടങ്ങിയതിന് ശേഷം മഞ്ഞമല യുവശക്തി സംഘടിപ്പിച്ചിരിക്കുന്ന ഉറിയുടെ മഹോത്സവമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ ആവേശോജ്വലമായി നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ, രാവിലെ മുതൽ വിവിധ കലാപരിപാടികൾ, കുട്ടികളുടെ കായിക മത്സരങ്ങൾ, ഇങ്ങനെ ഒട്ടനവധി പരിപാടികളാണ് ഈ വർഷം ഞങ്ങൾ സംഘടിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ എല്ലാത്തിനും വലിയ പങ്കാളിത്തമാണ് ഉണ്ടായിരുന്നത്. ആ പങ്കാളിത്തം ഇപ്പോൾ ഉറിയിടിയിലും പ്രകടമാണ്. ഇതാ വളരെ ദൂരെ നിന്ന് തന്നെ തോന്നയ്ക്കൽ, അതുപോലെ തന്നെ ആറ്റിങ്ങൽ, അതുപോലെ തന്നെ മുരുക്കുമ്പുഴ തുടങ്ങിയ വിവിധ ദൂരദേശ സമയം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇതാ തോന്നയ്ക്കിൽ നിന്നും ഹരിയുടെ ആറാട്ട് നടക്കാൻ പോവുകയാണ്. ആറാട്ട് തോന്നക്കൽ ഹരിയുടെ ആറാട്ടാണ് നടക്കുന്നത്. തച്ചപ്പള്ളി തോന്നക്കലാണെങ്കിൽ അദ്ദേഹത്തിന്റെ സ്ഥലം തോന്നക്കലാണെന്ന് നമ്മൾ പറഞ്ഞെങ്കിലും അദ്ദേഹത്തിന്റെ പ്രോപ്പർ സ്ഥലം തച്ചപ്പള്ളിയാണ്. തച്ചപ്പള്ളിയിൽ നിന്നും ഹരി 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 ഹരിയുടെ ആറാട്ട് തുടങ്ങാൻ പോവുകയാണ്. ആറാട്ടിൽ പൂർവ്വമായി ഹരി. ഹരിയുടെ ഒരു പ്രത്യേകത പറയുന്നത് നല്ല ഒരു പെർഫോമർ കൂടിയാണ് ഹരി. രാവിലെ ഒരു ഉറിയുടെ മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഹരി പോയിരുന്നു. ഹരി നമ്മുടെ ഉറിയെ തൊഴിൽ വണങ്ങിക്കൊണ്ട് ഹരി വളരെ സൂത്രശാലിയാണ്. ഹരി സൂത്രശാലിയാണ്. തക്കം കിട്ടുമ്പോൾ ഉറിയെ അടിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹരി